Dear students, Environmental Science and Disaster Management എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫിഫ്ത്ത് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിഫ്ത്ത് പാർട്ട് എന്ന് പറയുന്നത് ഫുഡ് റിസോഴ്സസ് ആണ്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വേൾഡ് ഫുഡ് പ്രോബ്ലംസിനെ കുറിച്ചാണ്. ഓക്കെ, വേൾഡിൽ എന്തൊക്കെയാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലേ. അതായത് ഇപ്പോൾ ക്ലൈമറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഫുഡ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ വഴിയാണ് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ വഴി ഫുഡ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഫ്ലഡോ ഡ്രോട്ടോ പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സിവിയർ ആയിട്ടും ഫ്രീക്വൻ്റ് ആയിട്ടും ഉണ്ടാവുകയാണെങ്കിൽ, അതായത് സിവിയർ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ ഡ്രോട്ടും ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്തും, അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് അടിക്കടി ഡ്രോട്ടും ഫ്ലഡൊക്കെ ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, അഗ്രികൾച്ചറിന് അത് ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും അല്ലേ, എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡ്രോട്ട് വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഡ്രോട്ട് ഉള്ളതെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല, വാട്ടർ അവൈലബിലിറ്റി ഉണ്ടാവില്ല അഗ്രികൾച്ചർ ചെയ്യാനായിട്ട്. സോ അത് എന്തുണ്ടാക്കും, അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റില്ല. സോ ഫുഡ് പ്രൊഡക്ഷൻ അത് ഇഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഫ്ലഡും ഒരുപാട് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എക്സസീവ് എമൗണ്ട് ഓഫ് വാട്ടർ കിട്ടുന്നതാണ് അല്ലേ. വാട്ടർ എന്ന് മാത്രമല്ല എക്സസീവ് എമൗണ്ട് ഓഫ് പ്രസിപ്പിറ്റേഷൻ. സോ അങ്ങനെ അതുണ്ടാകുന്ന സമയത്ത് എന്താണ്, അതൊരുപാട് ബാഡായിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാക്കും. നമുക്ക് അഗ്രികൾച്ചർ ചെയ്യാൻ സാധിക്കില്ല, സാലിനിറ്റി കൂടും, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി, സോയിൽ ഫെർട്ടിലിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആവുന്ന സമയത്തും നമുക്ക് അഗ്രികൾച്ചർ ചെയ്യാൻ സാധിക്കില്ല. സോ എന്ത് സംഭവിക്കും, ഫുഡ് പ്രൊഡക്ഷൻ അത് എഫക്റ്റ് ചെയ്യും. പോവർട്ടി എങ്ങനെ അഗ്രികൾച്ചറിനെ അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യാം നമുക്ക് നോക്കാം. പോവർട്ടി ഏറ്റവും കൂടുതലുള്ളത് ആഫ്രിക്കയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ലോവസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതും ഏറ്റവും കുറവ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതും ആഫ്രിക്കയിലാണ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോവർട്ടി കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ അവിടെയുള്ള ഫാമേഴ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് വളരെ ലോ ഇൻകം ആയിരിക്കും. സോ അവർക്ക് ഫെർട്ടിലൈസേഴ്സ് വാങ്ങാനോ അതുപോലെ തന്നെ ഇറിഗേഷനുള്ള വാട്ടേഴ്സ് കളക്ട് ചെയ്യാനോ ഒക്കെ ഉള്ള റവന്യൂ അല്ലെങ്കിൽ ഇൻകം ഉണ്ടാവില്ല, ഏർണിങ്സ് ഉണ്ടാവില്ല. സോ അത്രയും കുറവ് അഗ്രികൾച്ചർ മാത്രമേ അവർ ചെയ്യാൻ തയ്യാറാവുള്ളൂ. അത്രയും നല്ല രീതിയിൽ ലാർജ് സ്കെയിലിൽ അഗ്രികൾച്ചർ ചെയ്യാൻ ആ ഫാമേഴ്സ് റെഡി ആവില്ല. സോ അവരുടെ ഇൻകം വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഫെർട്ടിലൈസേഴ്സ് വാങ്ങാനോ ഇറിഗേഷൻ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റില്ല. സോ അങ്ങനെയാണ് പോവർട്ടി മോശം രീതിയിൽ ഫുഡ് പ്രൊഡക്ഷനെ അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെ നമുക്ക് പറയാം, വേൾഡ് ഫുഡ് പ്രോബ്ലംസ് നോക്കുന്ന സമയത്ത് പോവർട്ടി എന്ന് പറയുന്നത് ഒരു ഫുഡ് പ്രോബ്ലം തന്നെയാണ്. തേർഡ് വേൾഡ് ഫുഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഗ്ലോബൽ ഫുഡ് പ്രൈസസ് ആണ്. ഇപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെയുള്ള പൈസ അല്ലെ, പ്രൈസ് എന്ന് പറയുന്നത് കൂട്ടും തോറും എന്ത് സംഭവിക്കും, ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ ഫാമേഴ്സ് മാത്രമല്ല കൺസ്യൂമേഴ്സ്, നോർമലി നമ്മൾ മറ്റുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ഫുഡ് വാങ്ങാൻ പോകുന്ന സമയത്ത് അതിന് എമൗണ്ട് ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഗ്ലോബലി ഫുഡ് പ്രൈസ് ഒരുപാട് കൂട്ടുന്ന സമയത്തും അതെന്താവും, ഫുഡ് പ്രൊഡക്ഷൻ എഫക്റ്റ് ചെയ്യും. അത് വാങ്ങാൻ കൺസ്യൂമേഴ്സ് ഇല്ലാത്ത അവസ്ഥയാവും. സോ അതൊരു ഫുഡ് പ്രോബ്ലം തന്നെയാണ്. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് പോപ്പുലേഷനാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് അത് കൺസ്യൂമേഴ്സിൻ്റെ എമൗണ്ട് ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ആൾക്കാർക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതൽ പോപ്പുലേഷനും ആണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ അത്രയും ആൾക്കാരെ ഫീഡ് ചെയ്യാൻ ആ ഫുഡ് കൊണ്ട് പറ്റാത്ത അവസ്ഥയായിരിക്കും. സോ പോപ്പുലേഷൻ ഒരുപാട് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഫുഡ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായി മാറും. മറ്റുള്ളവർക്ക് ഫുഡ് കിട്ടാതെ, മീൻസ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പേഴ്സൺസിന് മാത്രം ഫുഡ് കിട്ടും, കുറേ പെർസെൻറ്റേജിന് ഫുഡ് കിട്ടാത്ത അവസ്ഥയായിരിക്കും. അതായത് അൺകൺട്രോൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നതും ഒരു ഫുഡ് പ്രോബ്ലം തന്നെയാണ്. നെക്സ്റ്റ് ഫുഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫോറിൻ കമ്പനീസ് ആണ്. ഇപ്പോൾ നമ്മുടെ റൂറൽ ഏരിയാസിലെല്ലാം ഫോറിൻ കമ്പനീസ് വന്നിട്ട് ആ ലാൻഡ് വാങ്ങിയിട്ട് അവരവിടെ അഗ്രികൾച്ചർ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസും ഫെർട്ടിലൈസേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ട് അവിടെ നല്ല രീതിയിൽ അഗ്രികൾച്ചർ ചെയ്യും. പക്ഷെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് അവരെന്താ ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഗുഡ് ക്വാളിറ്റി ഫുഡായിരിക്കും അത്, പക്ഷെ അവർ എക്സ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം
ഏർണിങ്സ് അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കാനാണ് നോക്കുക. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ, ഫോറിൻ കൺട്രീസിലും അതുപോലെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെല്ലാം ഗുഡ് ക്വാളിറ്റി ഫുഡ്സ് കിട്ടും. പക്ഷേ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ റൂറൽ ഏരിയയിലുള്ള പീപ്പിളിനൊന്നും ഫുഡ് കിട്ടില്ല. സോ ഇതും എന്താണ്, ഒരു ഫുഡ് പ്രോബ്ലം തന്നെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർ നറിഷ്മെൻ്റ് ആണ്. അണ്ടർ നറിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾക്ക്, അതായത് ഇത്ര ഒരാൾക്ക് പെർ ഡേ പെർ പേഴ്സണ് ഇത്ര എമൗണ്ട് ഓഫ് ഫുഡ് കിട്ടണം എന്നുള്ളതാണ് നോർമൽ നറിഷ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത്രയും ഫുഡ് കിട്ടുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക, ആ കണ്ടീഷനാണ് നമ്മൾ അണ്ടർ നറിഷ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ പേഴ്സൻറ്റേജ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ 2500 കലോറീസ് പെർ ഡേ ആണ് ഡെയിലി ഹോൾ വേൾഡിന് കിട്ടേണ്ട ഫുഡ്. പക്ഷെ അതിന് ആ ഹോൾ വേൾഡിന് 2500 കലോറീസ് ഓഫ് ഫുഡ് കിട്ടുന്നില്ല പെർ ഡേ എങ്കിൽ അതെന്താ, അണ്ടർ നറിഷ്മെൻ്റ് ആണ്. അണ്ടർ നറിഷ്മെൻ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഒരുപാട് ഡിസീസസ്, അവർക്ക് ആവശ്യമുള്ള ഫുഡും കലോറീസും അവർക്ക് കിട്ടുന്നില്ല. സോ എന്താ, അതൊരു ഫുഡ് പ്രോബ്ലം ആയിട്ട് മാറും. നെക്സ്റ്റ് മാൽ നറിഷ്മെൻറ്റ്. എന്താ മാൽ നറിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ന്യൂട്രിയൻസ് ഒന്നും കിട്ടാതെ വരുന്നതാണ് മാൽ നറിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഡെഫിഷ്യൻസി എല്ലാം കാണിക്കുന്നതാണ്. ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒന്നും നമുക്ക് ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽ എലമെൻസും ഒന്നും കിട്ടുന്നില്ല. സോ അതിനെയാണ് മാൽ നറിഷ്മെൻ്റ് എന്ന് പറയുന്നത്. സോ അത് എന്തിനെ എഫക്റ്റ് ചെയ്യും, പ്രോപ്പർ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അത് കാരണം ഉണ്ടാവുന്നുണ്ട്. ഗോയിറ്റർ, അനീമിയ പോലെയുള്ള ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. സോ മാൽ നറിഷ്മെൻ്റ് എന്ന് പറയുന്നതും എന്താണ്, ഒരു വേൾഡ് ഫുഡ് പ്രോബ്ലം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഓവർ ന്യൂട്രീഷൻ. മാൽ നറിഷ്മെൻ്റ് എന്താണോ അല്ലെങ്കിൽ അണ്ടർ നറിഷ്മെൻ്റ് എന്താണോ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് എന്ത് പറയുന്നത്, ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ, എക്സസീവ് ആയിട്ടുള്ള കലോറീസ് നമ്മുടെ ബോഡിക്ക് ആവശ്യം എത്ര കലോറീസ് ആണോ അതിൻ്റെ ഒരുപാട് കൂടുതലായിട്ട് എക്സസ് ആയിട്ടുള്ള കലോറീസ് നമ്മുടെ ബോഡിയിൽ എത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓവർ ന്യൂട്രീഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒബേസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവും. സോ ഇത്രയാണ് വേൾഡ് ഫുഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളൊന്ന് ബ്രീഫായിട്ട് ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് ഈ സെഷനിൽ ഇമ്പാക്റ്റ് ഓഫ് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ കാരണം എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് എൻവയോൺമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് 3ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോക്കൽ ചേഞ്ചസ് ആണ്. ലോക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഓൺ സൈറ്റ് ഇഫക്ട്സ് എന്നും പറയാം. ഫാമിങ്ങിൻ്റെ എവിടെയാണോ നമ്മൾ ഫാമിങ് ചെയ്യുന്നത് അതിന് അടുത്തായിട്ട് എന്തൊക്കെ ഇഫക്റ്റുകൾ ഉണ്ടാകും, ആ ഏരിയയുടെ അടുത്തുള്ള ഏരിയാസിൽ, സറൗണ്ടിങ് ഏരിയാസിൽ എന്തൊക്കെ ഇഫക്ട്സ് ഉണ്ടാവുന്നോ അതിനെയാണ് എന്ത് പറയുന്നത്, ഓൺ സൈറ്റ് ഇഫക്ട്സ് അല്ലെങ്കിൽ ലോക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ സോയിൽ എറോഷനാണ്. അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ അഗ്രികൾച്ചറൽ ലാൻഡ് പ്ലോ ചെയ്യും അല്ലേ, എല്ലാം ചെയ്തിട്ട് ഇതാക്കുന്ന സമയത്ത് ആ അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആക്കുന്ന സമയത്ത് അവിടെ സോയിൽ എറോഷൻ ഉണ്ടായിരിക്കും അല്ലേ. വിൻഡ് കാരണം ആ ഹാർഡായി കിടക്കുന്ന സോയിൽ മൊത്തം കിളച്ചൊക്കെ ചെയ്ത് നമ്മളെന്താ സോഫ്റ്റായി മാറ്റുന്ന സമയത്ത് വിൻഡിൻ്റെ ആക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഒഴുകുന്ന ഫ്ലോയിങ് വാട്ടർ കാരണം എന്തുണ്ടാവും, സോയിൽ എറോഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ വീഡിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് അതിൻ്റെയൊക്കെ ഫോമിൽ നമ്മൾ കൊടുക്കുന്ന കെമിക്കൽസ് എന്തുണ്ടാക്കും, നിയർ ബൈ ആയിട്ടുള്ള വാട്ടർ ബോഡീസിൽ എന്തുണ്ടാക്കും, പൊല്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് പോയ്സണിങ് ഓഫ് ഫിഷ് ആണ് അല്ലേ. ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഈ വാട്ടർ പൊല്യൂഷൻ കാരണം എന്ത് സംഭവിക്കും, ഈ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഒക്കെ വാട്ടർ ബോഡീസിൽ എത്തിക്കഴിഞ്ഞാൽ അതാര് കൺസ്യൂം ചെയ്യും, അവിടെയുള്ള ഫിഷസ് കൺസ്യൂം ചെയ്യും. സോ ഫിഷ് മൊത്തം പോയ്സൺഡ് ആവും. ആ ഫിഷിനെ കൺസ്യൂം ചെയ്യുന്നത് ആരാ, ഹ്യൂമൻസ് കൺസ്യൂം ചെയ്യും. സോ നമ്മുടെ ബോഡിയിലോട്ടും ആ പോയ്സൺ എത്തും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിപ്ലീഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ്. അതെന്താ, ഡിപ്ലീഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇതിൽ അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് വിത്തിൻ ഷോർട്ട് പീരീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോപ്സ് എല്ലാം എടുക്കുന്നത്. സോ ഇങ്ങനെ ക്രോപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ആ സോയിലുള്ള ന്യൂട്രിയൻസിനെ മൊത്തം അത് അബ്സോർബ് ചെയ്യും. സോ ആ സോയിലുള്ള ഫെർട്ടിലിറ്റി മൊത്തം റെഡ്യൂസ്ഡ് ആയി മാറും കൊണ്ട് തന്നെ ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മൊത്തം നഷ്ടപ്പെട്ടു പോകും. സോ ഇത്രയും കാര്യങ്ങളാണ് ഓൺസൈറ്റ് ഇഫക്ട്സ് ആയിട്ട് അഗ്രികൾച്ചറിന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റീജിയണൽ ചേഞ്ചസ് ആണ്.
അതായത് ആ റീജിയനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക നോക്കി നമ്മൾ അതിനെ സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയാസിൽ നോക്കി ആ മൊത്തം റീജിയനിൽ എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിനെയാണ് റീജിയണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക? ഡിഫോറസ്റ്റേഷൻ അല്ലേ, അഗ്രികൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫോറസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡെസേർട്ടിഫിക്കേഷൻ. ഡിഫോറസ്റ്റേഷൻ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എന്താണ് അവിടെ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാക്കണം. കുറേ കാലത്തിന് ശേഷം എന്ത് സംഭവിക്കും? അവിടെ മൊത്തം ഡെസേർട്ടിഫിക്കേഷൻ സംഭവിക്കും, അത് ഡെസേർട്ട്സ് ആയിട്ട് മാറും. ദെൻ സോയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലേ, അഗ്രികൾച്ചറിന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി മൊത്തം നഷ്ടപ്പെട്ടു പോകും. ദെൻ ലാർജ് പൊല്യൂഷൻ, അവിടെ എന്തൊക്കെ പൊല്യൂഷൻ ഉണ്ടാവും? നിയർ ബൈ ആയിട്ടുള്ള വാട്ടർ ബോഡീസിലെ പൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതേപോലെ പിന്നെ അവിടുത്തെ ഫോറസ്റ്റ് മൊത്തം ഡിസ്ട്രോയിഡ് ആവുന്നതുകൊണ്ട് തന്നെ അവിടെ എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് റീജിയണൽ ചേഞ്ചസിൽ വരുന്നത്. ദെൻ തേർഡ് വൺ ഇസ് ഗ്ലോബൽ ചേഞ്ചസ്. ഗ്ലോബലി എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ ഇമ്പാക്ട്സ് ആണ് അഗ്രികൾച്ചർ കാരണം ഉണ്ടാകുന്നതെന്ന് നോക്കാം. എന്തൊക്കെ ചേഞ്ചസാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലൈമറ്റിക് ചേഞ്ചസ് ആണ്. എന്താ ക്ലൈമറ്റിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ? ഫോറസ്റ്റ് ഡിഫോറസ്റ്റേഷൻ ചെയ്തു അല്ലേ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഓക്സിജൻ്റെ വേരിയേഷൻ ഉണ്ട്. ഓക്സിജൻ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ട്രീസും പ്ലാന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവിടെ ഫോറസ്റ്റ് റിമൂവ്ഡ് ആയതുകൊണ്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ഈ സൈക്കിൾസ്, കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിളൊക്കെ എന്ത് ചെയ്യും? കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ എല്ലാം എന്ത് എഫക്റ്റ് ആവും? ക്ലൈമറ്റിക് ചേഞ്ച് കാരണം അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ റിമൂവൽ കാരണം എഫക്റ്റ് ആവും. സോ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഗ്ലോബലി ക്ലൈമറ്റിക് ചേഞ്ചസിന് കാരണമാവും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ചേഞ്ച് എന്താ? ഗ്ലോബൽ വാർമിംഗ് ആണ്. എന്താ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഈ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ അവിടെ ആരില്ല, ഫോറസ്റ്റ് ഇല്ല. സോ എന്ത് സംഭവിക്കും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം അക്യുമുലേറ്റഡ് ആവും. സോ ഈ സൺലൈറ്റ് വരുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ മൊത്തം കൂടുതലാവും. അപ്പോൾ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ നിലനിൽക്കും അല്ലേ. സോ അതെന്താണ്? ടെമ്പറേച്ചറിനുള്ള ഇൻക്രീസിനുള്ള കാരണം. അങ്ങനെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. ആ ഗ്ലോബൽ വാർമിംഗ് നമുക്ക് എന്താണ്? എല്ലാ ഓർഗാനിസംസിനും എർത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ സെർട്ടൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. ആ ടെമ്പറേച്ചർ ഒരുപാട് കൂടുന്ന സമയത്ത് എല്ലാ ഓർഗാനിസംസിൻ്റെയും സർവൈവൽ എന്ന് പറയുന്നത് എർത്തിൽ ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അഗ്രികൾച്ചർ കാരണം ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിൽ. അത് ലോക്കൽ ഇമ്പാക്ട്സ് ഉണ്ട്, റീജിയണൽ ഇമ്പാക്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലോബൽ ഇമ്പാക്ട്സ് ഉണ്ട്. നമ്മൾ മൂന്നും ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പാക്ട്സ് ഓഫ് ഓവർ ഗ്രേസിങ്. ഓവർ ഗ്രേസിങ് കൊണ്ട് എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താ ഓവർ ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ? എന്താ ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ കാറ്റിൽസിനെ ഫീഡ് ചെയ്യുക, അതാണ് ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ മെഡോസും അതുപോലെ തന്നെ പുല്ലൊക്കെ എന്താ ചെയ്യുക? കാറ്റിൽസാണ് കൺസ്യൂം ചെയ്യുന്നത്, അതിനെയാണ് ഗ്രേസിങ് എന്ന് പറയുന്നത്. അതേസമയം ഒരുപാട് ഓവർ ഗ്രേസിങ് ആവുന്ന സമയത്ത് എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടാവുക? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോയിൽ എറോഷനാണ്. എങ്ങനെയാണ് ഓവർ ഗ്രേസിങ് ഉണ്ടാവുന്നത്? നമ്മൾ ഒരുപാട് ഹ്യൂമൻസ് എർത്തിൽ വരുന്ന സമയത്ത്, പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് നമ്മൾ കാറ്റിൽസിനെ ഒരുപാട് വാങ്ങുകയാണ്. കാറ്റിലിന് മാത്രമല്ല ലൈഫ് സ്റ്റോക്കിനെ വാങ്ങുന്ന സമയത്ത് കാറ്റിലാവാം, പിഗ്സ് ആവാം, അങ്ങനെ എന്താണേലും ആവാം. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത്, ലൈഫ് സ്റ്റോക്കിനെ വാങ്ങുന്ന സമയത്ത് അവർക്ക് എന്ത് വേണ്ടി വരും? ഫുഡ് വേണ്ടി വരും. സോ അത്രയും ലൈഫ് സ്റ്റോക്കിൻ്റെ പോപ്പുലേഷനും കൂടി കൂടുന്ന സമയത്ത് ഓവർ ഗ്രേസിങ് ഉണ്ടാവും. ഓവർ ഗ്രേസിങ് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോയിൽ എറോഷനാണ്. ഹിൽസ് അതുപോലെയുള്ള വാലീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഗ്രാസ് ആയിരിക്കും. സോ അത് അവിടുത്തെ കാറ്റിൽസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ആ ഗ്രാസസ് മൊത്തം, ആ ടോപ്പ് കവർ മൊത്തം റിമൂവ്ഡ് ആവും. സോ അവിടെയുള്ള സോയിൽ എന്ന് പറയുന്നത് ലൂസായി മാറും, ലൂസ് സോയിലാവും. സോ അത് വിൻഡ് അല്ലെങ്കിൽ വാട്ടർ വഴി ഇറോഡഡായി പോകും. ഇതാണ് ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഓവർ ഗ്രേസിങ് കാരണം ഉണ്ടാകുന്നത്. സെക്കൻഡ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലാൻഡ് ഡിഗ്രഡേഷൻ ആണ്. ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഹ്യൂമസ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ആണ്.
അതായത് ഇപ്പോൾ സോയിലിൽ ഡെഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഡെഡ് ലീവ്സ് ഒക്കെ കിടക്കുന്ന സമയത്ത്, ഡെഡ് പ്ലാന്റ്സ് ഒക്കെ കിടക്കുന്ന സമയത്ത് അതിൻ്റെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടും, അത് ഡീക്കേ ചെയ്ത് ഫെർട്ടിലിറ്റി കൂടും. സോ നമ്മൾ അവിടുത്തെ ഗ്രാസും ടോപ്പ് സോയിൽ വെജിറ്റേഷൻ എല്ലാം റിമൂവ് ചെയ്യുന്ന സമയത്ത്, ഓവർ ഗ്രേസിങ് കാരണം റിമൂവ്ഡ് ആവുന്ന സമയത്ത് ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. ലാൻഡ് ഡിഗ്രഡേഷനിൽ വരുന്നതാണ് സോയിൽ ടോപ്പ് വെജിറ്റൽ കവർ റിമൂവ് ചെയ്തതോടുകൂടി സോയിലിൻ്റെ ഡെപ്ത് അവിടെ ഡിക്ലൈൻ ചെയ്ത് തുടങ്ങും. ഓക്കെ, സോയിലിൻ്റെ കണ്ടൻറ്റ് കുറയും, സോ സോയിൽ ഡെപ്ത് കുറയാൻ തുടങ്ങും. ദെൻ തേർഡ് വൺ അതിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കുറയും സോയിലിൻ്റെ. സോ വാട്ടറിനെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് വാട്ടറിന് ഗ്രൗണ്ട് വാട്ടർ ടേബിളിലോട്ട് റീചാർജ് ആവാനുള്ള, പെർക്കുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി സോയിലിൻ്റെ കുറയും. അതാണ് തേർഡ് വൺ എന്ന് പറയുന്നത്. ഇങ്ങനെ കാറ്റിൽ അതിലൂടെ അങ്ങനെ നടന്നിട്ട് എന്ത് സംഭവിക്കും, അതിൻ്റെ സോയിൽ ഡെപ്ത് കുറയും, കോമ്പാക്റ്റഡ് ആവും അവിടെയുള്ള സോയിൽ. സോ സോയിലിൻ്റെ വാട്ടറിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കുറയും. ദെൻ ഓർഗാനിക് റീസൈക്ലിംഗ് എല്ലാം അവിടെ ഡിക്ലൈൻ ആവും. ഈ സോയിൽ കോമ്പാക്റ്റഡ് ആവുന്ന സമയത്ത് ഓർഗാനിക് റീസൈക്ലിങ്ങും അവിടെ കുറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴെയുള്ള സോയിൽ ഇങ്ങനെ കോമ്പാക്റ്റഡ് ആവുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടാവുന്ന ഡീക്കേഡ് ഓർഗാനിക് മാറ്റർ ഒന്നും സോയിലായിട്ട് മിക്സ് ആവാൻ സാധിക്കില്ല. സോ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറയും. അതുപോലെ തന്നെ ഓർഗാനിക് റീസൈക്ലിംഗ്. എന്താണ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു ഇതിൽ നിന്ന് റീസൈക്കിൾ ചെയ്ത് പിന്നെയും നമ്മൾ എന്തിലാണ് എത്തുന്നത്, ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എർത്തിലോട്ടാണ് എത്തുന്നത്, സോയിലിലോട്ടാണ് എത്തുന്നത്. ഓർഗാനിക് റീസൈക്ലിംഗ് പോലും അവിടെ പോസിബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തും. നെക്സ്റ്റ് ഇമ്പാക്റ്റ് ഓഫ് ഓവർ ഗ്രേസിംഗ് എന്ന് പറയുന്നത് ലോസ് ഓഫ് യൂസ്ഫുൾ സ്പീഷീസ് ആണ്. ഇപ്പം നമ്മൾ ഓവർ ഗ്രേസിങ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വെജിറ്റേഷനും പ്ലാന്റ് പോപ്പുലേഷനും ഒക്കെ ഡിസ്ട്രോയിഡ് ആവുകയാണ് അല്ലേ. സോ അതിന് ഓവർ ഗ്രേസിങ് ആണെങ്കിൽ എന്താ, നോർമലി അവിടെ ഇപ്പോൾ ആ വെജിറ്റേഷൻ ആ കാറ്റിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് കൺസ്യൂം ചെയ്തു, അതിനുശേഷം എന്ത് സംഭവിക്കും, പിന്നെയും അവിടെ റീജനറേഷൻ അല്ലെങ്കിൽ ആ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ വെജിറ്റേഷൻ്റെ റീജനറേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഓവർ ഗ്രേസിങ് ആണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ അവിടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ വെജിറ്റേഷന് പിന്നെ റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതാവും. ഓക്കെ, സോ അവിടെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സ്പീഷീസ് മൊത്തം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ഗ്രേസിൻ്റെ എഫക്റ്റ് ഫ്ലഡാണ്. സോ അവിടെ മൊത്തം സോയിൽ ഇറോഡഡ് ആയി പോകുമെന്ന് പറഞ്ഞു. ആ സോയിൽ ഇറോഡഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടുത്തെ റെയിൻ വാട്ടറിൻ്റെ ഫ്ലോനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. സോ അത് കാരണം ഫ്ലഡ്സ് അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ പ്ലാന്റ് ഡൈവേഴ്സിറ്റി. ഒരുപാട് പ്ലാന്റ്സിനെ എല്ലാം ഈ കാറ്റിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പ്ലാന്റ് സ്പീഷീസ് മൊത്തം ഡിസ്ട്രോയിഡ് ആയി പോവും. സോ അവിടെയുള്ള പ്ലാന്റ് ഡൈവേഴ്സിറ്റി നഷ്ടപ്പെടും. മീൻസ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സിൻ്റെ എണ്ണം കുറഞ്ഞ് വരാൻ തുടങ്ങും. സോ ഇത്രയാണ് എന്ത് പറയുന്നത്, ഓവർ ഗ്രേസിങ്ങിൻ്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇഫക്ട്സ് ഓഫ് മോഡേൺ അഗ്രികൾച്ചർ ആണ്. മോഡേൺ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറിൽ എന്താ, നമ്മൾ ഒരുപാട് നോർമലി കിട്ടുന്ന സീഡ്സ് ഉപയോഗിച്ച് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു, അഗ്രികൾച്ചർ ചെയ്യുന്നു, നാച്ചുറൽ മാനുവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് അല്ലേ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഏൻഷ്യൻ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് എന്തായി, അഗ്രികൾച്ചർ വരെ മോഡേണായി അല്ലേ. അഗ്രികൾച്ചറായിട്ട് നമ്മൾ സീഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഹൈ ഈൽഡിങ് ആയിട്ടുള്ള സീഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസിനെല്ലാം നല്ല ഈൽഡിങ് ഉള്ള വെറൈറ്റീസ് ഓഫ് സീഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. പിന്നെ പോലെ ടിഷ്യൂ കൾച്ചർ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ കുറേ ബയോടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് അത്രയും ഈൽഡ് ഉണ്ടാക്കുന്ന സീഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ദെൻ അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, ഹൈ ഈൽഡിങ് ആയിട്ടുള്ള വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെറൈറ്റി മാത്രം മാക്സിമം കൾച്ചർ ചെയ്യും. മോണോ കൾച്ചർ എന്നുള്ളൊരു കാര്യങ്ങളെയാണ്, മീൻസ് മോണോ കൾച്ചർ എന്നുള്ളൊരു സംഭവത്തെയാണ് നമ്മളവിടെ എൻകറേജ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി ഓഫ് സീഡ് മാത്രം ഉപയോഗിച്ചിട്ട് ആ കൾട്ടിവേഷൻ മാത്രം ചെയ്യാം. സോ അപ്പോൾ ബാക്കിയുള്ള സീഡ്സിനൊക്കെ എന്ത് സംഭവിക്കില്ല, ബാക്കിയുള്ള ക്രോപ്സിനെല്ലാം എന്താ സംഭവിക്കുക, ഹൈ ഈൽഡിങ് വെറൈറ്റി എന്ന് പറയുമ്പോൾ മോണോ കൾച്ചർ ആണെന്ന് പറഞ്ഞു അല്ലേ. ഒരേ വെറൈറ്റി ആയിട്ടുള്ള ഒരേ ടൈപ്പ് ആയിട്ടുള്ള കൾട്ടിവേഷൻ മാത്രം നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ യൂണിഫോം കണ്ടീഷനിൽ മാത്രമേ
ആ യൂണിഫോം കണ്ടീഷൻ മാത്രമേ നിലനിൽക്കുള്ളൂ. സോ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലും ക്രോപ്പിന് പ്രശ്നങ്ങൾ, പെസ്റ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഡിസീസസ് ഒക്കെ വരുന്ന സമയത്ത് ആ മോണോകൾച്ചർ ആയതുകൊണ്ട് ആ മൊത്തം എന്തെങ്കിലും പാത്തജൻ വന്നു കഴിഞ്ഞാൽ ആ മൊത്തം കൾട്ടിവേഷനെയും എഫക്റ്റ് ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ റൈസിൻ്റെ ഒരു വെറൈറ്റി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. സോ അതിൻ്റെ പാത്തജൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ മൊത്തം കൾട്ടിവേഷനും ഡിസ്ട്രോയ്ഡ് ആയി പോകും. അതേസമയം നമ്മൾ ഒരു വെറൈറ്റി മാത്രമല്ല കുറേ വെറൈറ്റീസ് ഉണ്ടാക്കുന്നുണ്ട്, കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു പാത്തജൻ വന്നു കഴിഞ്ഞാൽ ആ കുറച്ച് കൾട്ടിവേഷൻ മാത്രമേ നശിക്കുള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ നിലനിൽക്കും. സോ ഇതാണ് മോണോകൾച്ചർ അല്ലെങ്കിൽ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡേൺ അഗ്രികൾച്ചർ കാരണം വാട്ടർ ലോഗിങ് ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താ, ഈ നമ്മൾ ഒരുപാട് കനാൽ വാട്ടർ അതുപോലെ ട്യൂബ് വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഗ്രികൾച്ചർ ചെയ്യുന്നത്. സോ ഇങ്ങനെ എക്സസൈറ്റ് വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അഗ്രികൾച്ചർ ലാൻഡ് മൊത്തം എന്താകും, വാട്ടർ ലോഗ്ഡായി മാറും. സോ അങ്ങനെ വാട്ടർ ലോഗിങ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സാലിനിറ്റി പ്രോബ്ലമാണ്. എന്താ സാലിനിറ്റി എന്ന് പറയുന്നത്, ഓരോ ക്രോപ്പിനും ഓരോ സോയിൽ സ്യൂട്ടബിളാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് എന്തൊക്കെ ഉണ്ടാകും, ഓരോ സോയിലിൻ്റെയും സാലിനിറ്റി, ഇത്ര എമൗണ്ട് ഓഫ് സോൾട്ട് ഉണ്ടെങ്കിൽ ഇത്ര ഇന്ന ക്രോപ്പിന് അത് സ്യൂട്ടബിളാണ്. അതുപോലെ തന്നെ ഇത്ര pH ഉണ്ടാവണം. അങ്ങനെ ഓരോ ക്രോപ്പിനും സ്യൂട്ടബിളായിട്ടുള്ള സാലിനിറ്റി ഉണ്ടായിരിക്കണം, സോൾട്ട് കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. സോ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സോയിലിന് നാച്ചുറലി അതിനുണ്ടാവുന്ന സാലിനിറ്റി, സോൾട്ട് കണ്ടൻറ്റ് മൊത്തം വേരി ചെയ്യും. ഫെർട്ടിലൈസേഴ്സൊക്കെ നമ്മൾ കൾട്ടിവേഷന് യൂസ് ചെയ്യുക, സോയിൽ കൾട്ടിവേഷന് യൂസ് ചെയ്യുന്ന സമയത്ത് ഫെർട്ടിലൈസേഴ്സൊക്കെ അതിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ അതിൻ്റെ സോൾട്ട് കണ്ടൻറ്റിൽ വേരിയേഷൻ വരും. സോ ആ സോയിലിന് മൊത്തം സാലിനിറ്റി പ്രോബ്ലം ഉണ്ടായിരിക്കും, അതിൻ്റെ pH വേരിയേഷൻ വാല്യൂ എല്ലാം വേരി ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സ് റിലേറ്റഡ് പ്രോബ്ലം ആണ്. ഓക്കെ, നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രോബ്ലത്തിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. ഫെർട്ടിലൈസേഴ്സ് റിലേറ്റഡ് പ്രോബ്ലംസും പെസ്റ്റിസൈഡ് റിലേറ്റഡ് പ്രോബ്ലംസും എല്ലാം ഇതിലാണ് വരുന്നത്. സോ മെയിനായിട്ട് അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോബ്ലംസിൽ വരുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി വരുന്നത് ഫെർട്ടിലൈസേഴ്സ് റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞൊരു സബ് ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ്. ഇപ്പം നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അഗ്രികൾച്ചർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, അഗ്രികൾച്ചറൽ ലാൻഡിലോട്ട് ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഏൻഷ്യൻ അഗ്രികൾച്ചർ ആയിരുന്ന സമയത്ത് എന്തായിരുന്നു, നമ്മൾ നാച്ചുറലി ഒബ്റ്റെയിൻ ചെയ്യുന്ന മാനുവേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് എന്തായിരുന്നു, ഹ്യൂമനാണേലും ഓർഗാനിസംസിനാണേലും ഒക്കെ എന്താ അസുഖങ്ങൾ ഒരുപാട് കുറവായിരുന്നു. കാരണം എന്താ, ഈ ഫെർട്ടിലൈസേഴ്സ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എന്താ മാൻമെയ്ഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. സോ അത് നമ്മുടെ പ്ലാന്റ്സ് കൺസ്യൂം ചെയ്ത് അത് പ്രോഡക്ട്സ് തരുന്ന സമയത്ത് അതിലും ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും. സോ നമ്മളത് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെത്തുകയും നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് ഇംബാലൻസ് ആണ് ഫെർട്ടിലൈസേഴ്സ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്താ മൈക്രോ ന്യൂട്രിയൻ്റ് ഇംബാലൻസ് എന്ന് പറയുമ്പോൾ, നമ്മുടെ സോയിലിന് ഞാൻ പറഞ്ഞു കുറേ അതിൻ്റേതായിട്ടുള്ള സോയിലിന് തന്നെ അതിൻ്റേതായിട്ടുള്ള ഫെർട്ടിലിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്രോപ്പിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലെയുള്ള മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ആവശ്യമാണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള മാക്രോ ന്യൂട്രിയൻസ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലെയുള്ള മാക്രോ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിലുള്ള ആ സോയിലുണ്ടാകുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഇംബാലൻസ്ഡ് ആയി മാറും. സോ അതുകൊണ്ട് തന്നെ ആ സോയിലിൻ്റെ പ്രൊഡക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നൈട്രേറ്റ് പൊല്യൂഷനാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് സോയിലിലോട്ട് നൈട്രജീനിയസ് ഫെർട്ടിലൈസേഴ്സ് ആണ്. നൈട്രജൻ കണ്ടൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഗ്രോത്തിൻ്റെ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കണ്ടൻറ്റ് ഒരുപാട് കൂടുന്ന സമയത്ത് നൈട്രേറ്റ് പൊല്യൂഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ക്രോപ്പ് കൾട്ടിവബിൾ ലാൻഡിലോട്ട് പ്രൊവൈഡ് ചെയ്ത ശേഷം ഇത് സോയിൽ എറോഷൻ വഴി അല്ലെങ്കിൽ പെർക്കുലേഷൻസ് റെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്രൗണ്ട് വാട്ടറിലോട്ട് എത്തും. പിന്നെ നമ്മൾ അത് കൺസ്യൂം ചെയ്യും അല്ലേ. ഗ്രൗണ്ട് വാട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഡീപ്പ് വെൽസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് ഹ്യൂമൻ്റെ ബോഡിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ നൈട്രജൻ നമ്മുടെ ബോഡിയിലെത്തും. സോ ബ്ലൂ ബേബി സിൻഡ്രോം പോലെയുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടാകും. ബ്ലൂ ബേബി സിൻഡ്രോം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ
കണ്ടീജിയസ് നമ്മുടെ ഈ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് നൈട്രജൻ്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ നൈട്രേറ്റ്സിൻ്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ കൂടുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. RBC റെഡ് ബ്ലഡ് സെൽസ് എന്താ ചെയ്യുക, ഓക്സിജനെ കൺസ്യൂം ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളെ ബോഡി സർവൈവ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ഈ നൈട്രേറ്റ്സിൻ്റെ എമൗണ്ട് ബോഡിയിൽ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഓക്സിജനെ കൺസ്യൂം ചെയ്യാൻ കിട്ടില്ല. സോ മീത്തൈനെയൊക്കെയാണ് അത് കൺസ്യൂം ചെയ്യുക. സോ ഇത് ബ്ലൂ ബേബി സിൻഡ്രോം പോലെയുള്ള ഡിസീസസ് വരും. നെക്സ്റ്റ് ഫെർട്ടിലൈസർ റിലേറ്റഡ് പ്രോബ്ലം എന്ന് പറയുന്നത് യൂട്രോഫിക്കേഷൻ ആണ്. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അഗ്രികൾച്ചറൽ ലാൻഡിൽ ഫെർട്ടിലൈസേഴ്സ് നൈട്രേറ്റ്സും ഫോസ്ഫറസ് ഒക്കെ ഉള്ള ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യും. സോ അത് പ്രസിപ്പിറ്റേഷൻ വരുന്ന സമയത്ത് എന്താവും, ഈ റെയിൻ വാട്ടർ ഈ ഫെർട്ടിലൈസേഴ്സിനെയൊക്കെ റൺ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ള വാട്ടർ ബോഡീസിലെത്തും. സോ ഈ നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ എന്താ, ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മാക്രോ ന്യൂട്രിയൻസ് ആണ്. സോ ഇതെന്ത് ചെയ്യും, ആ വാട്ടർ ബോഡീസിൽ ഓവർ നറിഷ്മെൻറ്റ് ഉണ്ടാക്കും. സോ ഓവർ നറിഷ്മെൻറ്റ് എന്താ, ഒരുപാട് ആൽഗയൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അവിടെ അക്വാറ്റിക് ആയിട്ടുള്ള ഫംഗൈ ആൽഗയൊക്കെ ഡെവലപ്പ് ചെയ്യും. സോ അത് കാരണം അവിടെ യൂട്രോഫിക്കേഷൻ ഉണ്ടായിരിക്കും. ന്യൂട്രോഫിക്കേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ, ആൽഗൽ ബ്ലൂംസ്. അവിടെയുള്ള ഒരുപാട് ആൽഗെ, പായൽ ഒരുപാട് ഒന്നുകൂടി വളരാൻ തുടങ്ങും. സോ ഈ ആൽഗ ഒരുപാട് കൂടുന്ന സമയത്ത് എന്താ, അവിടെയുള്ള ഓർഗാനിസംസ്, അക്വാറ്റിക് ഓർഗാനിസംസിനൊന്നും ആ വാട്ടറിലുള്ള ഓക്സിജൻ പോരാതെ വരും. പക്ഷേ ഈ ഒരുപാട് ആൽഗൽ ബ്ലൂം പോലുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഓക്സിജൻ മൊത്തം, ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ മൊത്തം ആ ആൽഗ തന്നെ കൺസ്യൂം ചെയ്യും. സോ അവിടെയുള്ള ആ എക്കോസിസ്റ്റം തന്നെ, വാട്ടർ എക്കോസിസ്റ്റം തന്നെ അവിടെയുള്ള യൂട്രോഫിക്കേഷൻ കാരണം അവിടെയുള്ള വാട്ടർ എക്കോസിസ്റ്റം തന്നെ ഡിസ്ട്രോയിഡ് ആയി പോകും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെസ്റ്റിസൈഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. എന്താണ് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ക്രോപ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പാത്തജൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, DDT, പിന്നെ അതുപോലെ സൾഫർ, ആർസനിക് പോലെയുള്ള കെമിക്കൽസ് എല്ലാമാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഏൻഷ്യൻ അഗ്രികൾച്ചറിൽ നമ്മൾ വളരെ നാച്ചുറലി ഒബ്റ്റെയിൻ ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ, ഇതുപോലെയുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പാക്ട്സും നമുക്ക് ഹ്യൂമൻസിനും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിലും ഉണ്ട്. എന്തായിരിക്കും, ഇങ്ങനെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓരോ ഉള്ള പെസ്റ്റിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സാണ് ഉണ്ടാക്കുന്നത്. സോ അതെന്തുണ്ടാക്കും, പുതിയ പെസ്റ്റിന് ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് പെസ്റ്റും അതിനനുസരിച്ച് എന്തായി മാറുകയാണ്, സൂപ്പർ പെസ്റ്റായി മാറുകയാണ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന വളരെ സ്ട്രെങ്ത് കുറവുള്ള പെസ്റ്റിസൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇമ്മ്യൂണിറ്റി കൂടില്ല, പെസ്റ്റിൻ്റെ ഇമ്മ്യൂണിറ്റി കൂടില്ല. പക്ഷെ അതേസമയം നമ്മൾ എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, എത്ര സ്ട്രെങ്ത് ഉള്ള പെസ്റ്റിസൈഡ്സ് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് പെസ്റ്റിൻ്റെയും എന്തു കൂടും, പാത്തജൻസിൻ്റെയും ഇമ്മ്യൂണിറ്റി കൂടും. സോ അവരെന്തായി മാറുകയാണ്, സൂപ്പർ പെസ്റ്റായി മാറുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ, നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെച്ചാൽ എന്താ, സോയിലോ ഒക്കെ അത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്താവില്ല, അത് സ്വയം ഡീഗ്രേഡ് ചെയ്ത് പോവില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ, അപ്പം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തു എന്ന് വിചാരിക്കും, അത് സോയിലിൽ എത്തിപ്പെട്ടു. പ്ലാസ്റ്റിക് പോലെ തന്നെ എന്തായി കിടക്കും, അത് ഡീഗ്രേഡ് ചെയ്യാതെ കിടക്കും. സോ അത് ഫുഡ് ചെയിനിലെത്തി, അത് വേറെ ഏതെങ്കിലും ഇപ്പോൾ സോയിലുള്ള ഓർഗാനിസംസ് അത് കൺസ്യൂം ചെയ്തു. അതിനെ കൺസ്യൂം ചെയ്യുന്നത് അത് ആ ഫുഡ് ചെയിനിലൂടെ അങ്ങനെ എന്തായി മാറുകയാണ്, പാസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് അവസാനം എന്തിലോട്ട് എത്തുകയാണ്, ഹ്യൂമനിലോട്ട് എത്തുകയാണ്. അങ്ങനെ എത്തുന്ന സമയത്ത് എന്താ, അത് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ആണ് അല്ലേ. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ എന്താണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാനുണ്ട് കേട്ടോ. സോ അത് നമ്മുടെ ഫുഡ് ചെയിനിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് ഓരോ ഫുഡ് ചെയിനിലൂടെ ഓരോ ട്രോപ്പിക് ലെവലിലൂടെയും ട്രാൻസ്ഫർ ചെയ്തിട്ട് അവസാനം ആരിലേക്കാണോ അത് എത്തുന്നത്, ഇപ്പോൾ ഡികമ്പോസേഴ്സിലോട്ടായിരിക്കും അല്ലേ എത്തുക. എന്തായാലും ഒരു ഫുഡ് ചെയിൻ്റെ ലാസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത് എന്താ, ഡികമ്പോസേഴ്സ് ആണ്. സോ അവരിലോട്ട് എത്തുമ്പോഴും അതെന്തായിരിക്കും, അതിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. സോ അതാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മാഗ്നിഫൈ ചെയ്ത് അതിൻ്റെ എമൗണ്ട്
മാഗ്നിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അവസാനം എന്തിലോട്ട് എത്തും? അത് ഹ്യൂമൻസിലോട്ട് എത്തും. അങ്ങനെ എത്തുന്ന സമയത്ത് അത് വളരെ ഹാംഫുള്ളാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു പെസ്റ്റിസൈഡ് റിലേറ്റഡ് പ്രോബ്ലം ആയിട്ട് വരുന്നത് ഡെത്ത് ഓഫ് നോൺ ടാർഗറ്റ് ഓർഗാനിസംസ് ആണ്. നമ്മളിപ്പോൾ ഇൻസെക്റ്റിനെ അല്ല, ഇപ്പോൾ പെസ്റ്റിസൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെസ്റ്റിനെ കൊല്ലാനാണ് അല്ലേ. പക്ഷേ എന്ത് സംഭവിക്കും? അതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് നോൺ ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻസെക്ട്സും അതുപോലെയുള്ള ഓർഗാനിസംസും ഉണ്ട്. സോ നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും അത്രയും ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ അത് നോൺ ടാർഗറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ ഡിസ്ട്രക്ഷനും കൂടി കാരണമായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഫുഡ് റിസോഴ്സസ് എന്നുള്ള പാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.